ഹായ് ഓൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്നൊരു ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യണം. ഞാനിവിടെ 1/2 കപ്പ് ബ്ലാക്ക് റേസിൻസും 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയുമാണ് എടുത്തിരിക്കുന്നത്. സീഡ്ലെസ് റേസിൻസ് ആണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കഴുകി വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം 1/2 കപ്പ് വെച്ചാണ് എടുക്കുന്നത്. ചെറിയൊന്ന് ചോപ്പ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ചേർക്കുന്നത് ഇഞ്ചി വിളയിച്ചതാണ്, ജിഞ്ചർ പീല്, അത് 1 ടേബിൾ സ്പൂൺ. അതുപോലെ ഓറഞ്ച് തൊലി വിളയിച്ചതും 1 ടേബിൾ സ്പൂൺ. അപ്പോൾ അത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഓറഞ്ച് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ടൊന്ന് അടിച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് നമുക്കിത് സോക്ക് ചെയ്യാം. 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തു. അപ്പോൾ തലേ ദിവസം ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കാം. അത്രയും സമയം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും 2 മണിക്കൂർ മിനിമം ഇതിൽ സോക്ക് ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ ഓറഞ്ച് ജ്യൂസിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ആ ഫ്രൂട്ട്സിലേക്ക് ജ്യൂസ് അബ്സോർബ് ചെയ്തു. കുറച്ച് ജ്യൂസ് ബാക്കിയുണ്ട്, അത് നമുക്ക് അരിച്ച് മാറ്റിയെടുത്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാര, 4 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടെ ചേർക്കണം. ഇനി ഇതൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം മൈദയിലെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ മിക്സ് ആക്കണം. ഇപ്പം ഞാനിവിടെ സോക്ക് ചെയ്ത ഫ്രൂട്ട്സിൽ നിന്ന് എക്സ്ട്രാ ഉള്ള ഓറഞ്ച് ജ്യൂസ് അരിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത മൈദയിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ മൈദ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചൊന്ന് കുഴഞ്ഞതുപോലെ വരും. പക്ഷെ അത് കുഴപ്പമില്ല. മൈദ ചേർക്കുന്നത് കൊണ്ട് അത് ഒരേപോലെ എല്ലാ ഭാഗത്തും മിക്സ് ആയിക്കോളും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അടിയിൽ പോയി കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ മൈദ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഇനി വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ 100 ഗ്രാം ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അത് ആദ്യം ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇനി പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. വിസ്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ സ്പൈസസ് ചേർത്ത് പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര, അതിൽ ചെറിയ തരികൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. തീരെ ഫൈനായിട്ട് പൊടിക്കണം എന്നില്ല. ബട്ടറിലേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടാനാണ് നമ്മളതൊന്ന് പൊടിച്ച് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല ക്രീമിയാക്കി എടുക്കണം. ഇതിലേക്ക് ബട്ടർ എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിന് 2 മുട്ടയാണ് ചേർക്കേണ്ടത്. അതും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ബട്ടർ മുട്ടയൊക്കെ ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഈ മുട്ട ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആകുന്നത്. ഇപ്പോൾ ഇതാ മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ആ കഷ്ണങ്ങൾ കാണുന്നത് പട്ടയും അതുപോലെ ഗ്രാമ്പും ഒക്കെ പൊടിച്ചതിൻ്റെയാണ്. അത് ഇതുപോലെ ഇടയ്ക്ക് തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വാനില എസൻസ് ആണ്. 1/2 ടീസ്പൂൺ വാനില എസൻസ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു എഗ്ഗി സ്മെല്ല് മാറിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദ ചേർക്കാം. 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് ചേർത്തിട്ട് വളരെ പതുക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ മൈദ ചേർത്തതിന് ശേഷം ഒരുപാട് ബലം പ്രയോഗിച്ച് ഇളക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് കട്ടിയായി പോകും. ആ ബാറ്ററിലെ എയർ ഒട്ടും പോകാതെ വളരെ സ്മൂത്തായിട്ട് ഇത് മിക്സ് ചെയ്ത് നമ്മളിതിലേക്ക് ഇനി ക്യാരമൽ സിറപ്പൊന്നും ചേർക്കുന്നില്ല. ഒരു ഡാർക്ക് കളറുള്ള ഒരു കേക്ക് ആയിരിക്കില്ല, ലൈറ്റ് കളറുള്ള ഒരു ഫ്രൂട്ട് കേക്ക് ആയിരിക്കും നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. സോക്ക് ചെയ്ത് ഓറഞ്ച് ജ്യൂസ് അരിച്ച് മാറ്റി നമ്മൾ മിക്സ് ചെയ്ത മൈദയിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്.
അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുമ്പോഴാണെങ്കിലും അധികം ബലം കൊടുക്കാതെ വേണം ഈ കേക്ക് ബാറ്റർ തയ്യാറാക്കാൻ. നമ്മളിവിടെ 1 കപ്പ് മൈദയ്ക്ക് 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യത്തിന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ്. ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത ആ സെയിം ഓറഞ്ച് ജ്യൂസ് തന്നെയാണ്. അതിൽ നിന്ന് എക്സ്ട്രാ വന്നത് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരുന്നു. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ആണ് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത് ഒരു കേക്ക് ടിന്നിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഒഴിക്കുക. ഞാനിവിടെ ഇന്ന് 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബേസിലും അതുപോലെ സൈഡിലും എല്ലാം ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. കാരണം ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നത് കൊണ്ട് ഇത് വേകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ കരിഞ്ഞ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പറിൻ്റെ മീതയും കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇറക്കി വെക്കുക. ഞാനിവിടെ കുക്കർ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇനി കുക്കർ അടച്ച് വീണ്ടും ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കൊടുക്കുക. അതിനുശേഷം സിമ്മിൽ ഒരു 45 മുതൽ 55 മിനിറ്റ് വരെ വേവിക്കേണ്ടി വരും. എനിക്കിപ്പോൾ കൃത്യം 55 മിനിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള 50 മിനിറ്റ് സിമ്മിലും. ഇപ്പോൾ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതായോ എന്നറിയാനായിട്ട് ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ആവശ്യത്തിന് വെന്തു എന്നാണ് അർത്ഥം. കേക്ക് വെന്തിട്ടില്ലെങ്കിൽ അതിൽ ഈ മാവ് പറ്റിപ്പിടിക്കും ഈർക്കിലിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇതാ കേക്ക് ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വെച്ചുകൊണ്ടാണ് മോൾ ഭാഗം മാത്രം ആ ഒരു കളർ ചേഞ്ച് അധികം വരാത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോരും. ഒരു ദിവസം ഒന്ന് വെച്ചതിന് ശേഷം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴായിരിക്കും അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് യോജിച്ച് വരിക. അപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കേക്കാണിത്. നമ്മളിതിലേക്ക് ധാരാളം ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ സ്പൈസസും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് അത് വേകുന്ന സമയത്ത് തന്നെ നല്ലൊരു മണം വരും. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ സ്പൈസസ് വേണമെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പട്ടയും അതുപോലെ ഗ്രാമ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിന് കൂടെ ജാതിക്ക അല്ലെങ്കിൽ ഏലക്ക ഒക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുമ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പക്ഷേ അളവ് 1.5 കപ്പ് വരുന്നതാണ് നല്ലത്. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെയാകാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വീതം റേസിൻസും ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ ചെറിയുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ ചേർക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ്.